ഒരൊറ്റ വിമാനത്താവളം പോലും ഇല്ലാത്ത ചില രാജ്യങ്ങൾ. വെറും ഓണം കേറാ മൂലയാണ് ആ രാജ്യങ്ങളെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ലോകത്തെ എണ്ണം പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആ രാജ്യങ്ങളെല്ലാം തന്നെയും. ഏതാണ് ആ രാജ്യങ്ങളെന്നല്ലേ? അൻറ്റോറോ, മൊണാക്കോ, ലിച്ചൻസ്റ്റീൻ, വത്തിക്കാൻ സിറ്റി, സാൻ മറീനോ, അങ്ങനെ നീണ്ടുപോകുന്നു ആ രാജ്യങ്ങളുടെ പട്ടിക. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇവർ എങ്ങനെയാണ് ഇവിടങ്ങളിൽ എത്തുന്നത് എന്ന് അറിയുമ്പോഴാണ് ശരിക്കും അന്തം വിടുന്നത്. ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള പൈറനീസിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന മനോഹരമായ കുന്നിൻ പ്രദേശമാണ് അൻറ്റോറ എന്ന രാജ്യം. ഫ്രാൻസിലെയോ സ്പെയിനിലെയോ വിമാനത്താവളങ്ങളിൽ നിന്ന് ഒന്നിൽ ഇറങ്ങിയ ശേഷം വിനോദസഞ്ചാരികൾ കാറിലായിരിക്കും ഇവിടേക്ക് എത്തുക. ഫ്രഞ്ച് റിവിയേരയിലെ ഒരു സ്വതന്ത്ര രാജ്യമാണ് മൊണാക്കോ. ഫ്രാൻസിലെ നൈസ് കോട്ട് ഡി അസൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷമാണ് സഞ്ചാരികൾ ഇവിടേക്ക് ഹെലികോപ്റ്ററിലോ കാറിലേക്കോ മൊണാക്കോയിലേക്ക് എത്തുക. ചെറിയ ഭൂപ്രദേശമാണെങ്കിലും കാസിനോകൾ, ഫോർമുല 1, ഗ്രാൻഡ് പിക്സ് എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ രാജ്യം. ഓസ്ട്രിയയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ഇടയിലുള്ള കരയാൻ ചുറ്റപ്പെട്ട രാജ്യമാണ് ലിച്ചൻസ്റ്റീൻ. റോഡ്, റെയിൽ കണക്ഷനുകൾ ധാരാളം ഉള്ളതിനാൽ സൂറിച്ചാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന വിമാനത്താവളം. ഏകദേശം 120 കിലോമീറ്റർ അകലെയാണ് സൂറിച്ച് സ്ഥിതി ചെയ്യുന്നത്. ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളും കുഞ്ഞൻ രാജ്യവുമായതുകൊണ്ട് വിനോദസഞ്ചാരികൾക്ക് അതിർത്തി കടന്നുള്ള യാത്ര വളരെ എളുപ്പമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. റോമിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നിലെത്തിയ ശേഷം കാൽനടയായോ കാറിലോ ആണ് വത്തിക്കാനിലേക്ക് പ്രവേശിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സിസ്റ്റൈൻ ചാപ്പൽ തുടങ്ങിയവയാണ് രാജ്യത്തെ പ്രധാന ആകർഷണങ്ങൾ. ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് എല്ലാ വർഷവും വത്തിക്കാൻ സിറ്റി സന്ദർശിക്കുന്നത്. വിമാനയാത്രയ്ക്ക് ഒരു കേന്ദ്രവും ഇല്ലാത്ത മറ്റൊരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക്കുകളിൽ ഒന്നായ സാൻ മറീനോ. പൂർണ്ണമായും ഇറ്റലിയിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഇറ്റലിയിലെ റിമിനിയിലാണ്. വിമാനത്താവളം ഇല്ലെങ്കിലും കുന്നിൻ മുകളിലുള്ള കാഴ്ചകളും മധ്യകാലത്തെ കെട്ടിടങ്ങളും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്.